നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കണ്ണാടിയുടെ കഥ കേട്ടാലോ എന്ന്. ഒരു കാലത്ത് മനുഷ്യർക്ക് സ്വന്തം മുഖം കാണാൻ കണ്ണാടി ഉണ്ടായിരുന്നില്ല. അവർ ശാന്തമായ കുളങ്ങളിലോ നദികളിലോ പ്രതിഫലിക്കുന്ന രൂപം നോക്കിയാണ് സ്വന്തം മുഖം കണ്ടിരുന്നത്. ഏകദേശം 8000 വർഷങ്ങൾക്ക് മുമ്പ് മിനുക്കിയ കല്ലുകളും ലോഹങ്ങളും ഉപയോഗിച്ച് ആദ്യത്തെ കണ്ണാടി നിർമ്മിച്ചു. പിന്നീട് വെങ്കലവും ചെമ്പും മിനുക്കി കണ്ണാടിയായിട്ട് ഉപയോഗിച്ചു. 13-ാം നൂറ്റാണ്ടിലെ കരകൗശല വിദഗ്ധർ ഗ്ലാസിന്റെ പിൻഭാഗത്ത് വെള്ളിയും മറ്റ് ലോഹങ്ങളും പൂശി കൂടുതൽ ശക്തമായ കണ്ണാടികൾ നിർമ്മിച്ചു. ചരിത്രത്തിലെ വലിയ മുന്നേറ്റമായി അത് കാണപ്പെടുന്നു. ഇന്ന് നാം ഉപയോഗിക്കുന്ന ആധുനിക കണ്ണാടികൾ ഗ്ലാസിന്റെ പിന്നിൽ വെള്ളിയോ അലുമിനിയോ പൂശിയാണ് നിർമ്മിക്കുന്നത്. വീടുകൾ, വാഹനങ്ങൾ, ആശുപത്രികൾ, ശാസ്ത്ര ഗവേഷണങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ നിന്ന് കണ്ണാടി ഉപയോഗിക്കുന്നു. കണ്ണാടിയുടെ രസകരമായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കണ്ണാടി ഇടതും വലതും മാറ്റുന്നില്ല, മുന്നും പിന്നും മാത്രമാണ് പ്രതിഫലിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണാടി ദൂരദർശിനികളിൽ ഉപയോഗിക്കുന്നു. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും ഉപകാരപ്രദമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് കണ്ണാടി. അതുപോലെ തന്നെ വെള്ളത്തിലെ പ്രതിഫലനത്തിൽ നിന്ന് ആരംഭിച്ച് മിനുക്കിയ കല്ലുകൾ, ലോഹ കണ്ണാടികൾ, ഗ്ലാസ് കണ്ണാടികൾ, ഇന്നത്തെ ആധുനിക കണ്ണാടികൾ വരെ എത്തിയ അത്ഭുതകരമായ യാത്രയാണ് ഇന്ന് നമ്മൾ കണ്ണാടിയുടെ കാണുന്നത്. അപ്പം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന കണ്ണാടി എങ്ങനെയാണ് ഉണ്ടായത്? അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇന്ന് കണ്ണാടി മുഖം നോക്കാൻ മാത്രമല്ല, നിരവധി മേഖലയിലും ഉപയോഗിക്കുന്നു. വാഹനങ്ങളെ റിയർ വ്യൂ മീറ്ററുകൾ, ആശുപത്രിയിലെ മെഡിക്കൽ ഉപകരണങ്ങൾ, സൗരോർജ്ജ സംവിധാനങ്ങൾ, ദൂരദർശിനികൾ, വീടുകളിലെ കെട്ടിടങ്ങളും അലങ്കാരങ്ങളും. ഒരു കണ്ണാടിക്ക് മുന്നിൽ മറ്റൊരു കണ്ണാടി വെച്ചാൽ അനന്തമായ പ്രതിഫലനം കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനികൾ ഭീമൻ കണ്ണാടികളാണ് ഉപയോഗിക്കുന്നത്. കണ്ണാടികൾ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നതിലാണ് നമുക്ക് നമ്മുടെ രൂപം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു സാധാരണ വസ്തുവായി തോന്നുന്ന കണ്ണാടിക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. വെള്ളത്തിലെ പ്രതിഫലനത്തിൽ തുടങ്ങി ഇന്നത്തെ ആധുനിക ഗ്ലാസ് കണ്ണാടിയിലേക്ക് എത്തിയ ഈ യാത്ര മനുഷ്യന്റെ സൃഷ്ടിപരമായ കഴിവിന്റെ മികച്ച ഒരു ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നവരെ നമ്മൾ എത്ര തവണ കണ്ണാടികൾ ഉപയോഗിക്കുന്നു? അതുപോലെ വ്യക്തി ശുചിത്വം, സൗന്ദര്യ പരിപാലനം, സുരക്ഷാശാസ്ത്രം, വിദ്യാഭ്യാസം തുടങ്ങിയ അനേക മേഖലകളിലും കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ദിവസവും കാണുന്ന കണ്ണാടി ഒരു സാധാരണ വസ്തുവല്ല. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും മനുഷ്യന്റെ ബുദ്ധികളും ഒളിഞ്ഞിരിക്കുന്ന അത്ഭുത കണ്ടുപിടുത്തമാണ് കണ്ണാടി. അതുപോലെ നമ്മൾ ആദ്യമേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ണാടി ശാന്തമായ വെള്ളത്തിന്റെ പ്രതിഫലനമായിരുന്നു. പുരാതന കാലത്ത് കണ്ണാടികൾ വളരെ വിലയേറിയ വസ്തുവായിരുന്നു. കണ്ണാടിയില്ലാതെ ക്യാമറകൾ, ദൂരദർശിനികൾ, പല ശാസ്ത്ര ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിക്കില്ല. അതുപോലെ നൃത്ത പരിശീലനം, കായിക പരിശീലനം എന്നിവിടങ്ങളിലൊക്കെ ശരീരചലനങ്ങൾ വിലയിരുത്താനായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട്. ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ചില പരിശോധനാ ഉപകരണങ്ങളും ചെറിയ കണ്ണാടികൾ ഘടിപ്പിച്ചിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവരെ എത്ര പ്രാവശ്യം നമ്മൾ കണ്ണാടിയിൽ നോക്കാറുണ്ട്? അപ്പോൾ നമ്മുടെ മനുഷ്യജീവിതത്തിലെ കണ്ണാടിയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ വളരെ വലുതാണ്. നമ്മൾ ദിവസവും കാണുന്ന കണ്ണാടി ഒരു സാധാരണ വസ്തുവല്ല. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും മനുഷ്യന്റെ ബുദ്ധിയും ഒളിഞ്ഞിരിക്കുന്ന അത്ഭുത കണ്ടുപിടുത്തമാണ്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.